ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പിൻട്രസ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉടുപ്പ് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 മീറ്റർ കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. 2 മീറ്റർ നെറ്റ് ഫാബ്രിക്കും 1 മീറ്റർ സാറ്റിനുമാണ് മൊത്തത്തിൽ ഈ ഉടുപ്പിന് വേണ്ടത്. 3 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമ്മുടെ 1 മീറ്റർ ലൈനിങ് ഉണ്ടല്ലോ, കോട്ടൺ ലൈനിങ്, അതിനെ നമുക്ക് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടാം. മുകളിൽ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചും ഷോൾഡർ 4.5 ഇഞ്ചും നമുക്ക് മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അത് അൺഈവൻ ആയിട്ടുള്ള ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരച്ചിരിക്കുന്നത്. ആം ഹോൾ നമുക്ക് 4.5 ഇഞ്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചതൊന്ന് വരച്ചു കൊടുക്കാം ആം ഹോള്. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഓരോ മക്കളുടെയും അളവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചെസ്റ്റ് ഞാനിവിടെ 5.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും എടുത്തിട്ടുണ്ട്. നമുക്ക് ആം ഹോൾ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 ഇഞ്ച് നമ്മൾ വേസ്റ്റിൻ്റെ അളവെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 10 ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് 5.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് 6 ഇഞ്ച് നമുക്ക് കൊടുക്കാം. അവിടുന്ന് താഴത്തേക്കാണ് നമ്മൾ ഇതൊരു എ ലൈൻ പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആ 6 ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് 23 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. ആ 23 ഇഞ്ചിൻ്റെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടേക്ക് നമ്മളിത് ലെവലിൽ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ വേസ്റ്റിൻ്റെ അവിടെ, അവിടുന്ന് താഴെ 23 ഇഞ്ചിലേക്ക് നമ്മളിതുപോലെ ഒന്ന് ഒരു ലെവൽ ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും അടിഭാഗത്ത് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കോർണർ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കും. ഇപ്പോൾ ലൈനിങ്ങിൽ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി മുകളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് നെക്കിൻ്റെ ഒരു ലെങ്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അത് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുവാണ്. നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ 2 സ്ട്രിപ്സാണ് കൊടുക്കുന്നത് മുകളിലേക്ക്. ഇതേ ലൈനിങ്ങിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് സാറ്റിൻ കട്ട് ചെയ്തെടുക്കാം. സാറ്റിനിൽ ഇനി വേറെ മാർക്കിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. സെയിം ആ ലൈനിങ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാറ്റിൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട 2 സ്ട്രിപ്സ് വേണം. അതിന് വേണ്ടിയിട്ട് 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് 2 ഇഞ്ചിൻ്റെ വീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലെങ്ത്ത് പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്തിൽ എടുത്തുവെന്നേ ഉള്ളൂ. അത് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ഭാഗം നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10.5 ഇഞ്ച് നീളത്തിൽ 13 ഇഞ്ച് വീതിയിൽ, അത് ഒരു ഫ്രണ്ട് ഭാഗം 13 ബാക്ക് ഭാഗം 13, അങ്ങനെ 2 പീസ് ഒരു പീസാണ് ഇതുള്ളത്, 2 പീസായിട്ട് എടുക്കാം. ഇതിന് നമുക്ക് ലെങ്ത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. 13 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരേണ്ടത്. ഒരു ഭാഗം 13 ഇഞ്ച് വരണം. ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്താൽ 4.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലാ മാർക്കിങ്ങും നമ്മൾ ഇതേപോലെ ചെസ്റ്റ് 5.5 പ്ലസ് 1 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. വേസ്റ്റും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഇത് കഴിഞ്ഞാൽ നെക്കിൻ്റെ വിഡ്ത്താണ് 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത്. ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ചും ബാക്ക് നെക്ക് 2 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബോക്സ് ആയിട്ട് വരച്ചതിന് ശേഷം നെക്ക് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ കൊടുക്കുകയാണ് ചെയ്തത്, മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ബാക്ക് നെക്ക് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്കിത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്ക് കുഴിച്ച് വെട്ടാം. ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഹുക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അന്ന് ആ 3 ഇഞ്ച് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഹുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്കുള്ള മെയിൻ നെറ്റ് കട്ട് ചെയ്യാം.
9.5 ഇഞ്ച് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് താഴത്തേക്ക് വെക്കുന്ന ഫ്രില്ലിന് വേണ്ടിയിട്ട് 5.5 ഇഞ്ച് നീളത്തിൽ 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീതി സെയിം തന്നെയാണ്. ആ നെറ്റിൻ്റെ ബാലൻസ് ഉള്ള ക്ലോത്തിനെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ മടക്കിയിട്ടിരിക്കുന്നതാണ്. ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. 9.5 ഇഞ്ചിൽ 2 പീസും 5.5 ഇഞ്ചിൽ 4 പീസും. മേലത്തെ ഫ്രില്ലിൻ്റെ ഇരട്ടിയായിട്ടാണ് താഴത്തേക്കുള്ള ഫ്രിൽസ് എടുത്തിരിക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് 2 ലോങ് ആയിട്ടുള്ള പീസ് എടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വീതിയിൽ 2 നീളത്തിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. ഈ 2 പീസിനെ നമുക്ക് നടുവെ മടക്കി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നടുവെ മടക്കി ആ 4 പീസ് നടുവെ ഇങ്ങനെ മടക്കി ഇട്ട് കഴിയുമ്പോൾ 4 പീസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാർക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗം വീതി കുറഞ്ഞും നടുഭാഗത്തേക്കാവുമ്പോൾ വീതി കൂടിയാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മുടെ ആ സ്ട്രിപ്സ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കണം. അതുകൊണ്ട് ആ സാറ്റിൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ നല്ല വശം നമ്മൾ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ നേരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ച് പുറത്ത് എടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള എളുപ്പത്തിനാണ് തയ്ക്കുന്നതൊരു കൈത്തുന്നൽ തുന്നുന്ന സൂചി ഉണ്ടല്ലോ, ഒരു വലിയ സൂചി എടുക്കുക. അത്യാവശ്യം മണ്ണുള്ളൊരു സൂചി എടുത്തിട്ട് അറ്റത്ത് തയ്ച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ സൂചിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, അതിങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇറക്കി വിടുക. എന്നിട്ട് അതിങ്ങനെ വലിച്ച് കൊടുത്താൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ട് സ്ട്രിപ്സ് കിട്ടും. അപ്പോൾ നമ്മൾ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ, സാറ്റിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ ഉൾവശത്തായിട്ട് നമ്മളൊന്ന് ഈ സ്ട്രിപ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് പിന്ന് കുത്തി കൊടുക്കുക, താഴെ നിരങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട്, അതായത് ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് അതിന് തൊട്ടടുത്ത് ചേർന്ന് തന്നെ വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും നമ്മളിത് വെച്ച് കൊടുത്തതിന് ശേഷം അതേപോലെ മാർക്ക് ചെയ്തിട്ട് ആം ഹോളും നെക്കും അടിച്ചെടുക്കുക. ഒരറ്റത്തുനിന്ന് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇപ്പുറവശം വരെ വന്ന് അടിച്ച് നിർത്താം. ഇത് നമ്മളൊന്ന് നോച്ചൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കണം. നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആദ്യം തയ്ച്ച് വെച്ച സ്ട്രിപ്സ് നമ്മൾ രണ്ടാമത് അടിക്കാനുള്ള പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ സ്ട്രിപ്സ് വെച്ച് കൊടുക്കണം. ഇനി നമുക്കതങ്ങോട്ട് തയ്ച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തു. അടിഭാഗവും മടക്കി അടിച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ പണി കഴിയും. അടുത്തതായിട്ട് ഇനി നമുക്കിത് ഇപ്പം നമ്മളിതിൻ്റെ ലൈനറും ഇതും പുറമേയുള്ള ഭാഗവും സെപ്പറേറ്റ് ആയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നെറ്റിൻ്റെ പീസ് എടുത്ത് യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, അത് തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ബാക്ക് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യണം. അതുപോലെ ഇതേപോലെ ഒരു ചതുരത്തിലുള്ള നെറ്റിൻ്റെ തന്നെ പീസ് എടുത്തിട്ട് ആ ഒരു വി ഷേപ്പ് ഉണ്ടല്ലോ, ആ വി ഷേപ്പിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കണം. അവിടെ എൻഡിലൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട്
അതേപോലെ വീണ്ടും മുകളിലേക്ക് ആ ഒരു വി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിലൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ എക്സ്ട്രാസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് ഉള്ളിലേക്ക് മടക്കി വെക്കേണ്ട ആ ഒരു വീതിയിലുള്ള പീസ് മതി. ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നല്ല നീറ്റായിട്ട് അകത്തേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തൊന്ന് മടക്കി ചെറിയൊരു വീതിയിൽ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം. ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമുക്ക് ലാസ്റ്റ് കൊളുത്ത് വെച്ച് കൊടുത്താൽ മതി ഇതിനകത്തേക്ക്. ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടല്ലോ, എടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് അരികുവശം മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ അരികത്തുകൂടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരണം. വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യരുത്. ലൂസായിട്ട് തന്നെ പിടിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മളിത് വലിച്ചു കൊടുക്കുമ്പോൾ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഇങ്ങോട്ട് അറ്റത്തെത്തുമ്പോൾ അതേപോലെ തന്നെ ലാസ്റ്റ് ആ സൈഡ് ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ലെവലിൽ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നെക്ക് നമുക്ക് അകത്തേക്ക് വെച്ച് മറിച്ചടിക്കുവാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് ചെയ്തെടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെറിയ ചെറിയ ഞൊറിയിട്ടെടുക്കാൻ പറ്റുമേ. അതേപോലെ വേഗം നമുക്ക് ചെറിയ 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 ഞൊറികൾ ആക്കിയിട്ട് വേണം. എന്നാൽ ഞൊറികളെല്ലാം ഒരേ വലിപ്പത്തിലും കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി ഉണ്ടാവുക. നമ്മൾ നല്ല നീളത്തിൽ നമ്മൾ നെറ്റിൻ്റെ പീസ് എടുക്കുവാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഇത് കിട്ടും, നമുക്ക് സ്ലീവ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ 2 സ്ലീവും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സ്ലീവിൻ്റെ അല്ല, സോറി, നമ്മുടെ യോക്ക് നമ്മൾ തയ്ച്ച് വെച്ചില്ലേ, അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് അടിക്കേണ്ടത്. ഇതേപോലെ 2 സൈഡിലും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിന്ന് ഓരോ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അടിച്ചു വെച്ച അതേ ആ ഒരു സീം അലവൻസ് കൂടെ തന്നെ ഈ സാറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഉള്ളിലാക്കി കൊടുക്കാം. സീം അലവൻസ് ഇതിനുള്ളിലാക്കിയിട്ട് കവർ ചെയ്ത് അടിച്ചു കൊടുക്കണം. അതാകുമ്പോൾ മേത്ത് കുഞ്ഞുങ്ങളുടെ ഒന്നും ദേഹത്തൊന്നും കൊണ്ട് കയറാണ്ടൊക്കെ ഇരിക്കും. നെറ്റൊക്കെ ആകുമ്പോഴേ കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ തീരെ ഇടത്തില്ല. നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓരോരു നോച്ചിട്ട് കൊടുത്തതിന് ശേഷം അകത്തേക്ക് മടക്കി അടിച്ചെടുക്കണം. ഫിനിഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇതേപോലെ മറിച്ചിട്ടിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട്
ഉള്ളിലേക്ക് വെച്ച് നമ്മളത് തയ്ക്കുന്ന സമയത്ത് നോക്കണം കേട്ടോ, നെറ്റ് എവിടെയെങ്കിലും കയറി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ. പതുക്കെ അടിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് പതുക്കെ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ മടങ്ങിയിരിക്കുകയും അല്ലെങ്കിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്യും. ഒന്ന് ലെവൽ ചെയ്ത് നോക്കി വെച്ച് കൊടുത്തിട്ടും പതുക്കെ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് സൈഡും കൂടി ജോയിൻ ചെയ്താൽ യോക്കിൻ്റെ വർക്ക് കഴിയും. 11 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ മെയിൻ നെറ്റ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശവും നമ്മൾ 2 പീസല്ലേ എടുത്തേ, ആ 2 പീസ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അടിയിലത്തെ ഫ്രിൽസിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസ് ഉണ്ടല്ലോ, ആ 4 പീസിനെയും ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ജോയിൻ ചെയ്ത് കൊടുത്ത ഏറ്റവും ആദ്യം മേലെ വെക്കേണ്ട നെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് ഇതേപോലെ ഞാനൊരു ഈ ടേബിൾ ടോപ്പ് മെഷീനിൽ ഒരു റോളറായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേ ഹെമ്മിങ് ഫൂട്ട് ഉണ്ടല്ലോ, റോൾ ഹെമ്മിങ് ഫൂട്ടിൽ വെച്ചിട്ടൊന്ന് അറ്റം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ ഒന്നും കൂടി ഒരു ഭംഗിയായിരിക്കും. അതെന്ന് വെച്ചാൽ നമ്മളത് മുകളിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുരുണ്ടിരിക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടിയിൽ വെക്കുന്ന ഫ്രിൽസ് ഉണ്ടല്ലോ, ആ ഫ്രിൽസിൻ്റെ ഏറ്റവും അടിഭാഗവും ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇതേപോലെ കിട്ടും. വെള്ള നൂലിട്ടിട്ടാണ് ഞാനത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും എടുത്തറിയുകയും ചെയ്യും. ഏറ്റവും മേലത്തെ ഭാഗം നമ്മൾ ഫ്രിൽസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടിഭാഗത്തേക്കുള്ള ഫ്രില്ലുണ്ടല്ലോ, അത് ഇതേപോലെ ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ ഒരു നൂലിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇതേപോലെ വലിച്ചു കൊടുത്താൽ നമുക്ക് വേഗം ഫ്രിൽസ് ഇട്ടെടുക്കാൻ പറ്റും. അപ്പം മുകളിലത്തെയും താഴത്തെയുള്ള ഫ്രിൽസും ഞാൻ ഇതേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ കൈ വെച്ച് വലിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ചെറിയ ഫ്രിൽസായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആദ്യം തയ്ച്ച് വെച്ച ആ ഒരു മെയിൻ ഫ്രില്ലുണ്ടല്ലോ, അത് നമ്മൾ അരവണ്ണം നോക്കിയിട്ട് റൗണ്ട് ചെയ്ത് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ലാസ്റ്റ് വെക്കേണ്ട ഫ്രിൽസ് ഉണ്ടല്ലോ, അത് നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ആദ്യം റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് അടിക്കാൻ തുടങ്ങുക. അവിടെ നിന്ന് അങ്ങനെ അടിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് നമ്മളിത് ടോപ്പും ബോട്ടവും തമ്മിൽ ജോയിൻ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നെറ്റിൻ്റെതായതുകൊണ്ട് താഴത്തേക്ക് നമ്മൾ നെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബാലൻസ് കിട്ടാണ്ട് പിഞ്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലൈനിങ്ങിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ യോക്ക് പാർട്ടിൻ്റെ അടിയിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ പീസയിലേക്ക് വേണം നമ്മൾ ആ ബോട്ടം പാർട്ട് വന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അന്നേരം ഒരു കട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് 1/2 ഇഞ്ച് ഇതിൽ അതിൻ്റെ മുകൾ വശത്ത് വെച്ച് തന്നെ അങ്ങ് പ്രസ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ബോട്ടം അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നെറ്റിലേക്ക് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കും. കണ്ടിയിലേക്ക് ഫ്രിൽസും കൂടി ഉണ്ടപ്പോൾ വെയിറ്റ് ഉണ്ടാവുമല്ലോ, ആ വെയിറ്റ് തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തത്. അത് നല്ലൊരു താഴെയും മേലെയും പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബോട്ടം വെച്ച് അടിച്ചു കൊടുത്താൽ മാത്രം മതി, നമ്മുടെ ഉടുപ്പിൻ്റെ പണി തീരും. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റി. നമ്മൾ ആ ഒരു ഫ്രിൽസ് ഇടുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇന്നർ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ നെറ്റ് ഇടുക. ഇന്നർ മാത്രമായിട്ട് ഇടാം നമുക്ക് പറ്റും. ഇന്നറും ഈ നെറ്റ് ഫ്രോക്കും കൂടി ഇടാൻ പറ്റും. കണ്ടപ്പോൾ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഉടുപ്പാണ്, കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയതുകൊണ്ട് തയ്ക്കാം. ഡേയ്സിൻ്റെ പ്രിൻറ്റിങ് ഉള്ള ആ ഒരു ഫാബ്രിക് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ്. തയ്ച്ച് കിട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഡേയ്സിൻ്റെ പ്രിൻറ്റിൻ്റെ ഈ ഫാബ്രിക്കിന് ചെറിയ റേറ്റുള്ളൂ, 60 രൂപയെ മീറ്ററിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ ഈ വീഡിയോ കൊണ്ട് തയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്നും നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. കുറച്ചൊക്കെ തയ്ക്കാൻ അറിയാവുന്ന അമ്മമാർക്കേ സ്വന്തം മക്കൾക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തയ്ച്ചു കൊടുക്കുന്ന ഉടുപ്പ് അവരിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ആ രണ്ടുപേരും നന്നായിട്ടുണ്ടെന്ന് പറയുകയും കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ. അത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് മോൾക്ക് ഈ ഉടുപ്പിട്ട് കാണിച്ച് കഴിഞ്ഞപ്പം അമ്മയുടെ ബർത്ത്ഡേയുടെ സമയത്ത് മോള് ഉടുപ്പിട്ടായിരുന്നേ.
അന്നേരം എല്ലാവരും കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. 1-2 ഓർഡറും കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തയ്ച്ചു തരണമെന്നും പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ നമ്മുടെ മക്കളിട്ട് അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുപ്പെടും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.